മോത്തിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് കഴിഞ്ഞ 3 വർഷം മുമ്പ് വരെ, ഇൻഫാക്ട് 2.5 വർഷം മുമ്പ് വരെ ഭയങ്കരമായിട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചൊരു ഫണ്ടാണ്. ബട്ട് ഓൾ ഓഫ് എ സഡൻ ലാസ്റ്റ് 18 മന്ത്സ് നോക്കിയപ്പോഴത്തേക്കും ഫണ്ടിൻ്റെ പെർഫോമൻസ് ഭീകരമായിട്ട് ഡിപ്പ് ആവുകയും ചെയ്തു. അപ്പോൾ മിഡ് ക്യാപ്പിൻ്റെ പിയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ മോത്തിലാലിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്പർ 1-ൽ നിന്ന് 7-ലും 8-ലേക്കൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മോത്തിലാൽ ഓസ്വാൾ ഫണ്ടിൻ്റെ പെർഫോമൻസിൽ ഇത്ര ഡിപ്പ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്ന് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് റെമിൻ ഫ്രാൻസിസ് ആണ്. റെമിൻ റിസർച്ചിൻ്റെ ലീഡാണ്. റെമിൻ പല സ്റ്റോക്സിനെ കുറിച്ചും മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ ഇൻഡെപ്ത് റിസർച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ സ്ട്രെയിറ്റ് അവേ നമുക്ക് റെമിൻ ഫ്രാൻസിൻ്റെ അടുത്തേക്ക് പോകാം. ഹായ് ഓൾ, ഞാൻ റെമിൻ ഫ്രാൻസിസ്. ഞാനിപ്പോൾ ലാസ്റ്റ് 1 ഇയറിലായിട്ട് എന്താണ് ഫണ്ടിൻ്റെ ഇൻസൈഡിൽ എന്താ സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫാക്ട് ഷീറ്റുകളാണ് എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ 3 മാസത്തെ ഫാക്ട് ഷീറ്റുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 മാസത്തെ ഫാക്ട് ഷീറ്റ്, 2025 മാർച്ചിലത്തെ ഫാക്ട് ഷീറ്റ്, അതുപോലെ തന്നെ സെപ്റ്റംബർ 2025 ഫാക്ട് ഷീറ്റ്, 2026 മാർച്ചിലെ ഫാക്ട് ഷീറ്റ്. ഈ 3 ഫാക്ട് ഷീറ്റുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം മാർച്ച് 2025 ഫാക്ട് ഷീറ്റിലെ ഡാറ്റ ഒന്ന് പരിശോധിക്കാം. വളരെ സിമ്പിളായിട്ട് നോക്കാം. ഫണ്ടിൻ്റെ 1 ഇയർ പെർഫോമൻസ് അറൗണ്ട് ഒരു 16.94% വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഞ്ച് മാർക്ക് റിട്ടേൺസ് 1 ഇയറിൽ 8.17% റിട്ടേൺസ് വന്നിട്ടുണ്ട്. 3 ഇയർ നോക്കുകയാണെങ്കിൽ 27%, ബെഞ്ച് മാർക്ക് 20%, 5 ഇയറിൽ 36%, നിയർലി 37%, ബെഞ്ച് മാർക്ക് റിട്ടേൺ അറൗണ്ട് ഒരു 35% റിട്ടേൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ കട്ട് വിന്നറാണ്. ആ ഒരു സമയത്ത് ഇൻഡസ്ട്രിയിലെ തന്നെ മിഡ് ക്യാപ് സെഗ്മെന്റിലെ ഏറ്റവും ടോപ്പ് വിന്നർ ആയിട്ടാണ് മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് കണ്ടത്. മന്ത്ലി ആവറേജ് എന്ന് പറയുന്നത് മോർ ദാൻ 24,000 crore ആണ്. പോർട്ട്ഫോളിയോ ടേൺ ഓവർ എന്ന് പറയുന്നത് 1.84 ആണ്. ഫണ്ടിന്റെ അലോക്കേഷൻസ് നോക്കുകയാണെങ്കിൽ മോർ ദാൻ 20% IT സോഫ്റ്റ്വെയറിലേക്ക് കൊടുത്തതായിട്ട് നമുക്ക് കാണാം. നമുക്കിവിടെ സ്ക്രീനിൽ കാണാം. ആ ഒരു സമയത്ത് അറൗണ്ട് ഒരു 23 സമയത്ത് 2024 വരെ അറൗണ്ട് ഒരു മോർ ദാൻ 60% റിട്ടേൺസ് നമുക്ക് ഈ IT സെഗ്മെന്റിൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കാണാം. ആ ഒരു ബാക്കിംഗ് ആണ് ഈ ഫണ്ട് ഇത്രയധികം പെർഫോം ചെയ്യാനായിട്ട് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് പല ഇൻവെസ്റ്റേഴ്സുകളും ആ ഒരു സമയത്ത് മിഡ് ക്യാപ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഏർലി 2024 എൻഡിന്റെ സമയത്തും അതുപോലെ തന്നെ ഏർലി 2025 ബിഗിനിങ്ങിന്റെ സമയത്തും ധാരാളം ഇൻവെസ്റ്റേഴ്സ് മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പിന്റെ പുറകെ പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഒരു മിനിറ്റ്, റെമിൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴത്തൊരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി 2025 സെപ്റ്റംബറിൽ നോക്കാം. ഫണ്ടിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് സ്കീം റിട്ടേൺ ഈസ് -8.19. ഒരു 6 മാസത്തെ ഡിഫറൻസിൽ അത്രയും ഡിക്ലൈൻ വന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബെഞ്ച് മാർക്കിനേക്കാൾ താഴെ പോയി. ഓക്കെ, അവിടെയാണ് ഒരു പ്രശ്നം കണ്ടത്. 3 ഇയർ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 24, ബെഞ്ച് മാർക്ക് അറൗണ്ട് ഒരു 22%, 5 ഇയറിൽ അറൗണ്ട് ഒരു 32, ബെഞ്ച് മാർക്ക് 27. 1 ഇയർ റിട്ടേൺസിൽ ചെറിയൊരു പ്രശ്നം കണ്ടു തുടങ്ങി. ആവറേജ് AUM എന്ന് പറയുന്നത് കൂടി, അറൗണ്ട് ഒരു 45% കൂടുതലായിട്ട് നമുക്ക് കാണാം. പോർട്ട്ഫോളിയോ ടേൺ ഓവർ എന്ന് പറയുന്നത് 1.30 ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ IT-യുടെ അലോക്കേഷൻസ് കാര്യമായി കുറഞ്ഞു. അതിന് പകരം കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണ് വന്നിരിക്കുന്നത്. അറൗണ്ട് ഒരു 17.4% കൺസ്യൂമർ ഡ്യൂറബിൾക്ക് അലോക്കേഷൻസ് വന്നിട്ടുണ്ട്. IT-യിലേക്ക് അറൗണ്ട് ഒരു 17.4 തന്നെ ആയിട്ട് അവർ കുറച്ചു. അതായത് 20-ൽ നിന്ന് അവർ 17%ലേക്ക് അവർ IT അലോക്കേഷൻസ് കുറച്ചു. അതോടൊപ്പം തന്നെ മറ്റ് സെക്ടറിലേക്കുള്ള അലോക്കേഷൻസും അവർ കാര്യമായിട്ട് കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് റീസെന്റ് ആയിട്ടുള്ള മാർച്ചിലെ ഫാക്ട് ഷീറ്റ് ഒന്ന് പരിശോധിക്കാം. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. സ്കീമിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് 1 ഇയർ പെർഫോമൻസ് എന്ന് പറയുന്നത് -12.81. അതേസമയം ബെഞ്ച് മാർക്ക് 2.26. ഇതാണ് ശരിക്കും ഒരു ഹാർഡ്ലി ഒരു പെയിൻ പോയിന്റ് ആയിട്ട് വന്നത്. ഫണ്ട് കൈവിട്ട് പോവുകയാണോ എന്നുള്ളൊരു പേടി വന്നിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഇവിടെ കാണാം ഫണ്ട് മാനേജർ മാറിയിട്ടുണ്ട്. അജയ് കൻഡേവാൾ ആണ് വന്നിരിക്കുന്നത്. പണ്ട് ഇവിടെ നമുക്ക് കാണാൻ വരും നികിത് ഷാ എന്ന് പറയുന്ന ഫണ്ട് മാനേജർ ഉണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ അജയ് കൻഡേവാൾ ആണ് ഇപ്പോൾ മെയിനായിട്ട് ഫണ്ട് മാനേജ് ചെയ്യുന്നത്. മാത്രമല്ല സെക്ടർ അലോക്കേഷൻസ് നോക്കുകയാണെങ്കിൽ IT-യുടെ അലോക്കേഷൻസ് അവർ പിന്നെയും കുറച്ചു. 12.5% എന്നായിരിക്കും അവർ കുറച്ചു. അതേസമയം ക്യാപിറ്റൽ മാർക്കറ്റിലേക്കാണ് അവർ കൂടുതൽ അലോക്കേഷൻസ് കൊടുത്തത്. അറൗണ്ട് ഒരു 13% അലോക്കേഷൻസ് അവർ ഉയർത്തി. പോർട്ട്ഫോളിയോ ടേൺ ഓവർ എന്ന് പറയുന്നത് 0.95 ചുരുങ്ങി. ആവറേജ് AUM എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 32 crore ആണ്.
അതായത് ഒരു -10% ആവറേജ് AUM കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒന്നെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് SIP സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്ത് മറ്റ് മിഡ് ക്യാപ് ഫണ്ട്സുകളിലേക്ക് മാറ്റുന്ന ഒരു പ്രവണത അവിടെ സംഭവിച്ചിട്ടുണ്ടാവണം. വാല്യൂ കുറയുമ്പോഴുള്ള കുറവും അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ 2025 മിഡ് ക്യാപ് IT സ്റ്റോക്കുകളാണ്, ക്വാളിറ്റി മിഡ് ക്യാപ് IT സ്റ്റോക്കുകളിലാണ് ഇവർ കൂടുതൽ കോൺസെൻട്രേഷൻസ് കൊടുത്തിരുന്നത്. പിന്നെ അത് ഗ്രാജുവലി കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. നമുക്കറിയാം ഇത് ഈ മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞത്, എസ്പെഷ്യലി മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത് അതൊരു ഗ്രോത്ത് ഓറിയന്റഡ് ഫണ്ടാണ്. അതായത് ക്വാളിറ്റി ഉള്ള ഗ്രോത്ത് ബേസ്ഡ് ആയിട്ടുള്ള മിഡ് ക്യാപ് കമ്പനികളിലാണ് ഈ ഫണ്ട് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രോത്ത് സെഗ്മെന്റ്, ഗ്രോത്ത് മാർക്കറ്റ് സൈക്കിളിലാണ് ഈ ഫണ്ട് കൂടുതലായിട്ട് പെർഫോം ചെയ്യുക. നമുക്കറിയാം ഒരു 2 to 3 years ബാക്ക് ഈ ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തായിരുന്നു. അത് ആ സമയം ഒരു ഗ്രോത്ത് ഫേസ് ആയിരുന്നു ആ സമയത്ത് മാർക്കറ്റിൽ വന്നത്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ്, അതായത് ലാസ്റ്റ് 12 മാസങ്ങളിൽ ഈ ഫണ്ടിന്റെ പെർഫോമൻസ് കാര്യമായിട്ട് കുറയുന്നത്. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിന്റെ ആ ഡൈനാമിക്സ് മാറി. ഗ്രോത്ത് ഫേസിൽ നിന്ന് കുറേ ഒരു വാല്യൂ സെഗ്മെന്റ്സിലേക്ക് ആണ് ഇപ്പോൾ മാർക്കറ്റ് കുറേ ഡൈനാമിക് മാറിയിരിക്കുന്നത്. സോ ആ ഒരു മാറ്റമാണ് ഇവിടെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ IT കണ്ടിരുന്നല്ലോ. ആദ്യം ഒരു ഗ്രോത്ത് ഫേസിൽ നിഫ്റ്റി IT മോർ ദാൻ 60% റിട്ടേൺസ് വന്ന സമയത്ത് നിഫ്റ്റി IT ഇപ്പോൾ അറൗണ്ട് ഒരു നെഗറ്റീവ് അറൗണ്ട് മോർ ദാൻ 30% ഫോളാണ് ഈ ഫണ്ടിനെ സമ്മാനിച്ചത്. കാരണം അത്രയും ആ ഓപ്പർച്യൂണിറ്റി അവരെടുത്തതിന് ശേഷം ഇനി അവർക്ക് കുറച്ചൊരു സമയം വേണം. കാരണം അത് ബാലൻസ് ചെയ്ത് അവർ അത് സ്പ്രെഡ് ചെയ്യാൻ, മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്യാനാണ് അത് അവർ നോക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഫാക്ട് ഷീറ്റിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർ സെക്ടർ IT കോൺസെൻട്രേഷൻസ് അവർ കുറച്ച് കൊണ്ടുവരുന്നു, മറ്റ് സെക്ടേഴ്സുകളിലേക്കുള്ള കോൺട്രിബ്യൂഷൻസുകൾ കൂട്ടുന്നു എന്ന് കാണാം. പിന്നെ ഞാൻ അതോടൊപ്പം ഷെയർ ചെയ്യാൻ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റോക്കുകളിലേക്കാണ് ഇപ്പോൾ കറൻ്റ്ലി ഈ മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പിലേക്ക് അലോക്കേഷൻസ് പോയിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം സ്റ്റോക്കിന്റെ അലോക്കേഷൻസ് അവർ കാര്യമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത് കല്യാൺ ജുവലേഴ്സ് ആണ്. ദെൻ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് പേടിഎമ്മിന്റെ ഇക്വിറ്റി ആണ്. പിന്നെ തേർഡിൽ നിൽക്കുന്നത് പേഴ്സിസ്റ്റന്റ് ആണ്. അറൗണ്ട് ഒരു 27 സ്റ്റോക്കുകളിലേക്കായിട്ടാണ് ഇപ്പോൾ അവർ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇത് 18 ആയിരുന്നു. സോ അവിടെ അങ്ങനെയും അവരവിടെ ഡീറിസ്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവരുടെ ഒരു കോൺസെൻട്രേഷൻസ് ബെറ്റാണ് ഈ പറയുന്ന ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫണ്ടിൽ മാക്സിമം ക്വാളിറ്റി ഉള്ള ഫണ്ടുകൾ, നമ്പർ ഓഫ് സ്റ്റോക്സ് കുറച്ചുകൊണ്ട് മാക്സിമം റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ആ റിസ്ക് കുറച്ചിട്ട് ഇപ്പോൾ അവർ എടുക്കുന്ന സ്റ്റാൻഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാണ്. ആ കോൺസെൻട്രേഷൻ ബെറ്റ് അവർ ഒഴിവാക്കിയിട്ട് സെക്ടറിലേക്കുള്ള സെക്ടർ ഡൈവേഴ്സിഫിക്കേഷൻ, സ്റ്റോക്ക് ഡൈവേഴ്സിഫിക്കേഷൻസ് ആണ് അവരിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഗുണം എന്തെങ്കിലും കണ്ടു തുടങ്ങുന്നുണ്ടോ എന്ന് നോക്കിയാൽ, അവർ മെഷർമെൻറ്റ്സ് എടുക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാമെന്ന് നമുക്ക് നോക്കിയാൽ, നമുക്ക് ലാസ്റ്റ് 3 ഇയറിലെ NAV മൂവ്മെന്റ്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇരുത്തുന്നത് 2026 മാർച്ച് 12 NAV എന്ന് പറയുന്നത് 84.28 ആയി എന്നുള്ളത്. 2026 മെയ് 12 വരുമ്പോൾ അത് 89 ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് NAVs 92ഉം 94 ഒക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റീസെൻ്റ്ലി ഉള്ള മാർക്കറ്റിൻ്റെ ഫോളൊക്കെ ഇത് നമുക്കറിയാലോ ഡൈനാമിക്സിന് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഫണ്ട് പതിയെ ട്രാക്ഷനിലേക്ക് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ലാസ്റ്റ് 3 മന്ത്സിൽ ഒരു ആബ്സല്യൂട്ട് ചേഞ്ച് ആയിട്ട് നമുക്കൊരു 6.51% നമുക്ക് ഒരു ഗ്രോത്ത് കാണാൻ കഴിയുന്നുണ്ട്. സോ മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഫണ്ടിന് ആ ഒരു സ്റ്റൈലിൽ വന്ന മാറ്റം അവരവിടെ വന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന SIPsകൾ തുടർന്ന് പോകാൻ തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും അത് നിർത്തേണ്ട കാര്യമില്ല. താഴെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ യൂണിറ്റ്സ് മേടിക്കുന്നു എന്ന ഒരു ലോജിക്ക് അവിടെ വർക്ക് ചെയ്യേണ്ടതാണ്. തിരിച്ച് മാർക്കറ്റ് ഈ ഡൈനാമിക്സ് കടന്നു പോകും, ഇതും കടന്നു പോകും എന്ന് പറയുന്നത് പോലെ തന്നെ ഈ മാർക്കറ്റ് സിറ്റുവേഷൻസും നമ്മൾ മറികടക്കും. അത് മറികടന്നിട്ട് പിന്നെ ഒരു ഗ്രോത്ത് സൈക്കിളിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഈ ഫണ്ട് പെർഫോം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസുകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഫിൻസൈറ്റ് ബൈ സ്ക്വയർ ലീഗ് എന്നുള്ള ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ ഇതേ പറ്റിയിട്ട് വിശദമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെമിൻ ഷെയർ ചെയ്ത ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവ് ആയിരിക്കുന്നു എന്ന് ഞാൻ കരുതിക്കോട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Until and unless we come next time with another informative video, Thomas Verghese and Ramin Francis signing off. Bye-bye.